ഇന്ന് നമുക്കേ ഈ ഗുജറാത്തികളുടെ മോര് കാച്ചിയതിൻ്റെ റെസിപ്പി കണ്ടാലോ. നമ്മൾ ഈ മോര് കാച്ചിയത് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇവർ മിക്കവാറും ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇതിന് ഇവർ വിളിക്കുന്ന പേരെന്താണെന്ന് ഞാൻ വീഡിയോയുടെ അവസാനം പറയാവേ. നമ്മുടെ മോര് കാച്ചിയതിൻ്റെ ഓൾമോസ്റ്റ് സെയിം ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. ഇവർ ഈ കറി ഉണ്ടാക്കുന്നത് നല്ല കട്ടത്തൈര് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഈ തൈര് നമുക്കൊന്ന് ഉടച്ചെടുക്കണം. ഇനി ഈ കറിയുടെ ഒരു മെയിൻ ഐറ്റമാണ് വെളുത്തുള്ളി മുളക് പൊടി ചേർത്ത് ചതച്ചെടുത്തത്. ഇതേ പരുവത്തിന് ചതച്ചെടുക്കണം. ഇനി ഈ കറിയിലേക്ക് നമുക്കൊരു താളിപ്പ് റെഡിയാക്കണം. ഇവർ താളിച്ചെടുക്കുന്നത് കടുകെണ്ണയിലാണ്. ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് എടുത്തിരിക്കുന്നത്. കടുകും നല്ല ജീരകവും ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് സവോളയും പച്ചമുളകും ചേർത്ത് ഒന്ന് വാടി വന്നാൽ നമുക്ക് കറിവേപ്പിലയും നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ വെളുത്തുള്ളിയുടെ കൂട്ടും ചേർത്ത് ഇതുപോലെ അങ്ങ് വഴറ്റിയെടുക്കാം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി ഇത്രയാണ് ചേർക്കുന്നത്. പൊടിയുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തൈരിലേക്ക് ചേർക്കാം. ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കണേ. ഞാൻ വീഡിയോ എടുത്ത സമയത്ത് എൻ്റെ കയ്യിലില്ലായിരുന്നു. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് ഇളക്കി യോജിപ്പിച്ചെടുത്തോളൂ. ഗുജറാത്തികളുടെ ദഹി ടിക്കാരി റെഡിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കട്ടോ.